ഇതാരാ 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 ഇതാരാണ്? ഡൈനോസറാണോ? ഡൈനോസർ ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ഡോക്ടർ. അപ്പൊ ഇന്ന് നമ്മൾ പോണത് കോഴിക്കോട് വയലട വ്യൂ പോയിന്റ് റിസോർട്ടിലൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് റിവ്യൂ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അടിപൊളി റിവ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി വാവയുടെ പിറന്നാളും കൂടിയാണ് കേട്ടോ. വാവയുടെ ബർത്ത്ഡേക്ക് നമ്മള് ഒരു സ്ഥലത്ത് പോയിരുന്നു, തേജ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അവന്റെ പിറന്നാൾ ദിവസം ഞങ്ങൾ പോയതാണ്. അപ്പൊ ഒരു മൂന്നാർ കൊടായി വൈബൊക്കെ ഉണ്ടായിരുന്നു പോണ വഴി. ഞങ്ങള് പെട്ടെന്ന് എത്തുന്ന വിചാരിച്ചു. ആക്ച്വലി കാലിക്കറ്റ് ടൗണിൽ നിന്ന് ഒരു 35 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട്. സോ ഇച്ചിരി ടൈം എടുത്തു ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങള് ഇവിടെ ഒരു ബോർഡ് കണ്ടോ, അത് അവരുടെ റിസോർട്ടിന് ബോർഡാണ്. ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി പെട്ടെന്ന് എത്തുന്നു. ബട്ട് അവിടുന്ന് ഇച്ചിരി പോകാനുണ്ടായിരുന്നു. പിന്നെ റോഡൊക്കെ ഇത്തിരി ബമ്പി റോഡായിരുന്നു. അപ്പം ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും തോന്നുന്നു എനിക്ക്. ഞങ്ങൾക്ക് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് അവിടുന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നമ്മുടെ പ്രോപ്പർട്ടി എത്തൂട്ടോ. ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ് വഴി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. എത്തിയപ്പോൾ വൈബ്സ് ഒക്കെ ആക്ച്വലി കറക്റ്റ് ആയിരുന്നു, നല്ലായിരുന്നു. നല്ല ക്ലൈമറ്റ്, ഇച്ചിരി ഇങ്ങനെ മഴ പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് നമ്മൾ റൂമിൽ കയറുന്ന സ്ഥലമാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ പിന്നെ വേറൊരു കാര്യം, പ്രൈവസി കുറച്ച് കുറവാന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ആർക്കും വേണമെങ്കിലും വരാം. അപ്പൊ ഇങ്ങനെ കയറി വരുന്ന സ്ഥലത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പം ആക്ച്വലി അപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ചെറുതായി കാണാനൊക്കെ പറ്റും. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ നിൽക്കാം. അപ്പൊ അത്ര പ്രൈവസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കയറി വരുന്ന സ്ഥലത്ത് ഒരു സോഫ കം ബെഡ് ഉണ്ട്. അത് ഞങ്ങൾ ഇടയ്ക്ക് യൂസ് ചെയ്തായിരുന്നു കേട്ടോ, കഴിക്കാനൊക്കെ ഉപയോഗിച്ചായിരുന്നു. പിന്നെ റൂമിനുള്ളിൽ കയറിക്കുന്നത് നമുക്കിങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ട് അത് തുറന്നിടാം. അതും ഞാൻ പറഞ്ഞ പോലെ പ്രൈവസി ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ പോയ സമയത്ത് ഈ കോടയും മഞ്ഞൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ മലയൊന്നും കണ്ടില്ല. ഇതാണ് ബാത്റൂം. പിന്നെ അത്ര ക്ലീനും ആയിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞ. ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല സത്യം പറഞ്ഞ. അപ്പം പിന്നെ ഈ ഒരു ഫോറസ്റ്റ് അങ്ങനത്തെ ഒരു വൈബ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കുറച്ച് ഇൻസെക്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പുഴുവൊക്കെ ഇല്ലേ, ചൊറിയാമ്പുഴൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ചിലപ്പോ അങ്ങനെ ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കും. എനിവേസ് അത്ര ക്ലീൻ ആയി തോന്നിയില്ല. ബട്ട് വാവ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കുറച്ച് മലയൊക്കെ കാണാൻ പറ്റി. ഇത് നമ്മൾ നേരെ മുന്നിലുള്ള വ്യൂ ആണ്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തത്. നമ്മളെ എത്തിയിട്ട് ഒന്ന് ഫ്രഷനായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് കണ്ടേ. പിന്നെ രാത്രിയും പിന്നെ പിറ്റേ ദിവസവും വീണ്ടും കോട തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ അവിടെ ചുറ്റും വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നടന്നിങ്ങനെ താഴെ ഇറങ്ങി പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ അത് ആക്ച്വലി അവിടെ അല്ലായിരുന്നു അല്ലേ ചാ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ വൈബ്? നിനക്ക് ഇഷ്ടായോ? വലിയ കുഴപ്പമില്ല. പക്ഷെ ക്ലീൻനെസ് ഒരു പ്രശ്നമായിരുന്നു, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ കിക്കുന് ഇഷ്ടായ? കിക്കുന് ഇഷ്ടായി. പിന്നെ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല സത്യം പറഞ്ഞ. ബിക്കോസ് വണ്ടി എടുക്കാനും കയറ്റാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഞങ്ങൾ നേരെ പൂളിൽ ഇറങ്ങി. പൂളാണല്ലോ ഞങ്ങളുടെ ഫേവറേറ്റ്. ഭാവി ചേച്ചിയും കൂടി ആദ്യം ഇറങ്ങി. എന്നിട്ട് ഞാനപ്പോൾ ഫുഡ് കഴിച്ചു. ഫുഡ് ആക്ച്വലി ഉച്ചയ്ക്ക് അവിടെ നിന്നല്ല വാങ്ങിച്ചേ. ഞങ്ങൾ വരുമ്പോ കോഴിക്കോട് നിന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുച്ചിച്ചിറ ബിരിയാണി. അപ്പൊ അത് കഴിച്ചു. അതും അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര എക്സ്പെക്ടേഷനിൽ കഴിച്ചോണ്ടോന്ന് അറിയില്ല, അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പൊ വാവീച്ചയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ബിരിയാണി കഴിച്ചു. ആദ്യം അവൻ കഴിച്ചു, അപ്പൊ ഞാൻ വാവയ്ക്ക് ഫുഡ് കൊടുത്തു. അങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ ഞാനും കുറച്ച് കഴിഞ്ഞപ്പോ ഇറങ്ങി. പെർ ഡേ 8,000 ആണ് ഇവിടെ ചാർജ്. അതിന് വർത്താനം ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല. കളിച്ച് ക്ഷീണിച്ച് അച്ഛനും കുഞ്ഞും പിന്നെ കുറച്ചേരം കിടന്ന് ഉറങ്ങി. ഇവർക്ക് ആക്ച്വലി ഈ 2 ടൈപ്പ് റൂമുണ്ട്. ഇത് പൂൾ വില്ലയാണ്, അതിന് 8,000. മറ്റേത് സ്കൈ വ്യൂ, അതിന് ഇച്ചിരി കൂടി കുറവാണെന്ന് തോന്നുന്നു, 7,000 സംതിങ്. പിന്നെ വാവ എനിക്ക് പിന്നെ ഫുൾ കളിയായിരുന്നു.
ആക്ച്വലി വാവയുടെ ഭാഷ ഡീകോഡ് ചെയ്യുന്നെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാത്രിത്തെ ഫുഡ് വന്നു. ഇവിടുന്ന് തന്നെ ഓർഡർ ചെയ്തു. ബട്ടർ ചിക്കനും പൊറാട്ടയും ഫ്രൈഡ് റൈസൊക്കെ. സത്യം പറയാലോ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാൻ അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഉള്ള സ്നാക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ ഞങ്ങള് രാവിലെ എനിക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാട്ടോ കഴിക്കണേ. പക്ഷേ എവിടെ ഇരുന്നിട്ട് ചെയർ ഒടിഞ്ഞു പോയി. അപ്പൊ ഞങ്ങൾ പിന്നെ അതെടുത്ത് റൂമിൽ പോകേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പെരുന്നാളിന്റെ വിളക്കൊക്കെ കൊളുത്തി നമ്മള് ഇലയില് ഫുഡ് കഴിക്കണമല്ലോ. അപ്പം അവനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അവിടെയൊക്കെ ആക്കി എടുത്തിയടാക്കിയെങ്കിലും കുഞ്ഞു സന്തോഷായി. പാവം നോക്കി. ഞങ്ങൾ എന്നിട്ട് പോയിട്ട് വാവയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഡ്രസ്സിലും പിന്നെ വേറെ കൃഷ്ണനെ പോലെയും ഒക്കെ ആക്കിയിട്ട് ഞാൻ ഫോട്ടോസ് ലാസ്റ്റ് വെക്കാവേ, ഒന്ന് കണ്ടു നോക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ കേക്ക് കുറച്ചു. കേക്ക് ഇത് ചേച്ചിയമ്മയാണ്, അമ്മമ്മയുടെ സിസ്റ്ററാണ്. അപ്പൊ ചേച്ചിയമ്മയാണ് സ്പോൺസർ ചെയ്ത കേക്ക്. വാവ ഇട്ടേക്കുന്ന ഉടുപ്പ് എൻ്റെ അമ്മയുടെ അമ്മയാണ് സ്പോൺസർ ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഗുരുവായൂർ പോയി കൃഷ്ണനെ കണ്ട് താങ്ക് യു ഒക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് റാപ്പ് ചെയ്തു. Bye. See you in the next video.